തീർച്ചയായും അഹങ്കാരികളുടെ അന്ത്യം അതിഭയാനകമായിരിക്കും. ഇന്ന് സുഡാനിൽ നിന്നും വരുന്ന വാർത്തകൾ അതിദയനീയമാണ്. കണ്ണ് നനയിക്കുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനനം നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായ സുഡാൻ. സുഡാനിൽ നിന്ന് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അത്യാധികം ഭീകരവും വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ്. പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യർ പ്രായഭേദമന്യേ വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുഡാനിലെ സ്വർണ്ണഖനികൾ നിയന്ത്രിക്കുന്നത് മുഹമ്മദ് ഹംദാൻ ദഗാലോ നേതൃത്വം നൽകുന്ന RSF എന്ന ഭീകര മലേഷ്യയാണ്. തികച്ചും അശാസ്ത്രീയമായി ഖനനം ചെയ്തും പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായി ചൂഷണം ചെയ്തും നടത്തുന്ന ഖനനങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭൂരിഭാഗം സ്വർണവും ചെന്നെത്തുന്നത് UAE തീരത്താണ്. UAE ആണ് ക്രൂരമായ വംശഹത്യയ്ക്ക് വേണ്ടി RSFന് ആയുധങ്ങൾ കൈമാറുന്നത്. സുഡാനിലെ ഔദ്യോഗിക സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യുക മാത്രമല്ല RSF ചെയ്യുന്നത്, നിഷ്കളങ്കരായ പാവപ്പെട്ട ദരിദ്രത്തിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന ജനങ്ങളെ വളരെ ഭീകരമായി കൊന്നെടുക്കുകയാണ്. അവിടെ പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. വൃദ്ധരും കുഞ്ഞുങ്ങളും സ്ത്രീകളും ദയനീയമായി കൊല്ലപ്പെടുന്നു. അങ്ങനെ നീളുന്നു സുഡാനിലെ ഭീകരാവസ്ഥകൾ. സൈനിക സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വേണ്ടി UAE ഒരു ജനതയെ വംശഹത്യ ചെയ്യാനുള്ള ഇന്ധനം നൽകുന്ന കാഴ്ചയാണ് സുഡാനിൽ എന്ന് പറയേണ്ടി വരും. പാവപ്പെട്ട ജനങ്ങളെ കൊന്നെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഭീകരരായ മിലീഷ്യകൾക്ക് നൽകുന്ന UAE അധികാരികൾ ധരിക്കുന്ന വെള്ള നീളൻ വസ്ത്രങ്ങൾക്ക് കണ്ണു തുറന്നു നോക്കിയാൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര തെറിച്ചുള്ള പാടുകൾ കാണാം. സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെയും മനുഷ്യത്വത്തെയും ക്രൂരമായി കൊന്നു കുഴിച്ചു മൂടുന്നതിനെതിരെ നമ്മൾക്കെങ്ങനെ നിശബ്ദരാവാൻ കഴിയും? പിഞ്ചു കുഞ്ഞുങ്ങളും നിഷ്കളങ്കരായ മനുഷ്യരും എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നത് എന്ന് പോലും അറിയാതെ മരിച്ചു വീഴുമ്പോൾ കണ്ണുകളെ നമുക്കെങ്ങനെ മൂടിക്കെട്ടാനാവും? ഓർക്കുക, എക്കാലത്തും നമ്മളും സുരക്ഷിതരായിരിക്കില്ല. മൗനം വെടിയുക, ഇതിനെതിരെ പ്രതികരിക്കുക. ലോക സമാധാനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.